യേശു ക്രിസ്തു സകല ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും വിടുവിക്കുന്ന ദൈവ. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂതൻ, ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്ന യേശു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായം 5-6 വാക്യങ്ങൾ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായൊരു തിരുവെഴുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി അതിനകത്തുനിന്ന് വെളിപ്പെടുത്തുന്ന ദൂതുകൾ. ഒന്ന് മാറുമ്പോൾ അടുത്ത പ്രതികൂലം. ഇപ്രകാരം ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടോ? ഒരു കഷ്ടത അനുഭവിച്ചു, അവനകത്തുനിന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും കണ്ണുനീരൊഴുക്കുകയും പുറത്തു വന്നു. അപ്പോഴേ ഇതാ അടുത്തൊരു കഷ്ടത ജീവിതത്തിൽ കടന്നു വന്ന് അതിനകത്ത് അകപ്പെട്ടതുപോലെ ഇപ്രകാരം ജയിക്കാൻ കഴിയാതെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, മനസ്സിനെ ഒരുപാട് ഭാരപ്പെടുത്തുന്ന നിലയിൽ കടന്നു പോകുന്ന അവസ്ഥ നോക്കി, ജീവിതങ്ങൾ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ഈ അവസ്ഥയ്ക്ക് യേശു മാറ്റം വരുത്തും. ഇതിനകത്ത് ഒരു വിടുതലുണ്ട്. വചനം പറയുന്നു, കടലിൽ നിന്ന് രക്ഷപ്പെട്ടതാ ഇതാ അടുത്ത കഷ്ടത. പൗലോസ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അടുത്തത് അവനെ തൊടുന്ന നിലയിൽ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഈ കഷ്ടതയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരിക. അത് വാഗ്ദത്തങ്ങളിലേക്ക്, നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക്, നിലനിൽക്കുന്ന സ്വസ്ഥതയിലേക്ക്, നിലനിൽക്കുന്ന ദൈവിക അനുഗ്രഹത്തിലേക്ക്, ആ നിലവാരത്തിലുള്ള ദൈവിക വിടുതൽ ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. അത് സംഭവിക്കാൻ പോവുക. ഈ കഷ്ടതയിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ദൈവം പുറത്തു കൊണ്ടുവരും, ദൈവം പുറത്തു കൊണ്ടുവരും. പൗലോസിൻ്റെ കരത്തെ ചുറ്റിയ ആ പറ്റി പിടിച്ചിരിക്കുന്ന അണരിയെ കൊടഞ്ഞു കളഞ്ഞു, തീയിൽ കൊടഞ്ഞു കളഞ്ഞെന്ന് ഇന്ന് പരിശുദ്ധൻ പറയും. ദൈവത്തിൻ്റെ പൈതലെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ചിലതൊക്കെ കൊടഞ്ഞു കളയുവാനുള്ള ഒരു ധൈര്യം, ചിലതൊക്കെ കൊടഞ്ഞു കളഞ്ഞ് എഴുന്നേക്കുവാനുള്ള ദൈവകൃപ ഇന്ന് വ്യാപരിക്കും. ഇന്ന് ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാ ഹൃദയത്തെ ബലപ്പെടുത്തുക. കൊടഞ്ഞു കളയേണ്ട വിഷയങ്ങളെ കൊടഞ്ഞു കളയുക. പൗലോസ് കൊടഞ്ഞു കളഞ്ഞു. എന്നാൽ അവിടെ കൂടി നിന്ന് ജനത്തിൻ്റെ ഹൃദയത്തിൽ ആ വിഷയം അങ്ങ് കിടക്കുക. ആ വിഷയം അങ്ങ് കിടക്കുക. അവിടെ ഹൃദയത്തിനുണ്ട്, ശരീരത്തിലൊന്നും പൗലോസിൻ്റെ ഇല്ല. പൗലോസ് കൊടഞ്ഞ് തീയിൽ അതിനെ ഇട്ട് കളഞ്ഞു. എന്നാൽ അവിടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ കിടക്കുക. അതുകൊണ്ട് വചനം പറയുന്നത്, അവനെന്തോ ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞ് അതൊന്ന് കാണാൻ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ദോഷം വരാൻ വേണ്ടി നോക്കി നിൽക്കുക. ദോഷം സംഭവിക്കുമോ എന്ന് ചിന്തിച്ചും ഇങ്ങനെ വളരെ നാളായിട്ട് നോക്കി നിൽക്കുക. അവരുടെ മധ്യയെ നീ വീഴത്തില്ല, അവരുടെ മധ്യയെ ദോഷം സംഭവിക്കത്തില്ല. അവരുടെ ആ മേഖലയിൽ അവർ നിൽക്കുന്ന ആ തലത്തിൽ, ആ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വൈതലെ ആപത്തോ അനർത്ഥങ്ങളോ കടന്നു വരാതെ പരിപാലിക്കുന്ന, വിടുവിക്കുന്ന, സൂക്ഷിക്കുന്ന യേശു കർത്താവിൻ്റെ ശക്തിയുള്ള കരം ജീവിതത്തിൽ കണ്ട് സന്തോഷിക്കാൻ പോവുക. ആ നിലയിലാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നത്. പൗലോസിൻ്റെ ഒന്നും സംഭവിക്കാത്തത് നിമിത്തം വചനം പറയുന്നു, അവരുടെ മനസ്സങ്ങ് മാറി കേട്ടോ. അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി വ്യക്തതയോടെ പറയുക, ചില ഹൃദയങ്ങളിൽ ഒരു മനസ്സിനൊരു മാറ്റം ദൈവം വരുത്താൻ പോവുക. ദൈവത്തിൻ്റെ അത്ഭുതം ഒന്ന് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തി ഒന്ന് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ആ വാഗ്ദത്വം ഒന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വൈതലെ വ്യക്തിയുടെ മനസ്സങ്ങ് മാറുന്നേ. മനസ്സിനൊരു മാറ്റം വരാൻ പോവുക. ആ നിലയിൽ കർത്താവിൻ്റെ പ്രവൃത്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ. ശരീരത്തോട് പറ്റിയിരിക്കുന്ന ആ രോഗാനുഭവങ്ങൾ കൊടഞ്ഞു കളയത്തക്ക നിലയിൽ
ഹൃദയത്തോട് ജീവിതത്തിൻ്റെ ഏത് മേഖലയോടെ ശത്രു പറ്റിയിരിക്കാൻ നോക്കുന്നത്, ദൈവത്തിൻ്റെ വൈതലെ അതിനകത്തും ദൈവം വിടുതൽ കൽപ്പിക്കും, അതിനകത്തും ദൈവം പുറത്തു കൊണ്ടുവരും. അതൊരു ദോഷം സംഭവിക്കത്തില്ല, ആ രോഗം ഒരു ദോഷം സംഭവിക്കത്തില്ല, ഇപ്പോൾ അനുഭവിക്കുന്ന ആ കെടുതി ഒരു ദോഷം സംഭവിക്കത്തില്ല. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്ന യേശു, തലമുറയുടെ ജീവിതത്തിൽ ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്ന യേശു, കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം ഈ ദിവസങ്ങളിൽ കാണും, രുചിക്കും, അനുഭവിക്കും. ആ നിലയിൽ ദൈവം മാനിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, അങ്ങയുടെ കരുണയുള്ള ദൂതനായി സ്തോത്രം. വിടുവിക്കുന്ന ദൈവമേ, ജനത്തെ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവ് വേഗത്തിൽ അത്ഭുതം ചെയ്ത് മാനിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.